പുറപ്പാട് പുസ്തകം. പുറത്തേക്ക്, പുറത്തേക്കുള്ള വഴി എന്ന അർത്ഥം വരുന്ന യവന പദത്തിൽ നിന്നാണ് പുറപ്പാട് എന്ന വാക്കുണ്ടായത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ എബ്രായരെ ദൈവം വിടുവിച്ചതിന് ഊന്നൽ നൽകത്തക്ക വിധം ഈ പുസ്തകത്തിന് പുറപ്പാട് എന്ന നാമം നൽകിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിന്റെ എബ്രായ തലക്കെട്ട് വയല്ലാഷ്മോത്ത് എന്ന് ആണ്. ഉൽപ്പത്തി 46 8 മുതൽ 27 കാണുന്ന ഇസ്രായേലിലെ പൂർവികരുടെ പേരുവിവര പട്ടികയും ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന ദൈവജനത്തിന്റെ ചരിത്രവും പുറപ്പാട് പുസ്തകത്തിലും തുടരുന്നു എന്ന് ഈ തലക്കെട്ട് കാണിക്കുന്നു. കൊയ്ത്തു പെരുന്നാളുകൾക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളിലും മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട്, മരുഭൂപ്രയാണത്തിലെ അനുഭവങ്ങൾ, കനാനിലേക്കുള്ള കുടിയേറ്റം എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളെ ജനങ്ങളുടെ വിശ്വാസ പ്രമാണമായി കാണണമെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇവയെ ചരിത്രത്തിന്റെ പുനരാവിഷ്കരണമായി മനസ്സിലാക്കണമെന്ന അഭിപ്രായവും പ്രബലപ്പെടുന്നുണ്ട്. ചരിത്രവും വിശ്വാസവും തമ്മിൽ ഇഴപിരിക്കാൻ പറ്റാത്ത ശക്തമായ ഒരു ആത്മീക അനുഭവം നൽകാൻ പുറപ്പാട് പുസ്തകത്തിന് കഴിയും. ഇസ്രായേലിയരുടെ ചരിത്രത്തിലെ 2 സുപ്രധാന സംഭവങ്ങളാണ് പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടാണ് ആദ്യത്തേത്. അത് മോശയുടെ ജനനത്തോടെ ആരംഭിക്കുന്നു. തുടക്കത്തിൽ ഈജിപ്തിലെ രാജകുമാരനായും പിന്നീട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് എബ്രായരെ വിടുവിക്കുന്നതിന് ദൈവകൽപ്പന അനുസരിക്കുന്ന വ്യക്തിയായും മോശയെ ഇതിൽ കാണുന്നു. ഇസ്രായേലിയരെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് 10 ബാധകൾ ദൈവം അയക്കുന്നത് ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ നിന്നുള്ള നാടകീയമായ രക്ഷപ്പെടലിൽ ചെങ്കടൽ കടക്കുന്ന അത്ഭുതാവഹമായ രംഗവും ഉണ്ട്. ദൈവത്തിന്റെ വലിയ രക്ഷാകരമായ പ്രവർത്തനത്തിന് ഒരു ഉദാഹരണമായി പുറപ്പാട് സംഭവത്തെ പിൻതലമുറക്കാർ സ്മരിക്കുന്നു. പുറപ്പാടിലെ 2ാമത്തെ പ്രധാന സംഭവം ദൈവജനമെന്ന നിലയിൽ ജീവിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനുമുള്ള 10 കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും സീനായ് പർവ്വതത്തിൽ വെച്ച് ലഭിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന്റെ പ്രവൃത്തികളും അതുമൂലം ഇസ്രായേൽ മക്കൾ നടത്തിയ വിശ്വാസ പ്രഖ്യാപനവുമാണ് പുറപ്പാടിന്റെ കാതൽ. പുറപ്പാടിലെ പോലെ ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നവനായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം പഴയ നിയമ പുസ്തകങ്ങളുടെ പൊതുവേയുള്ള ഊന്നലാണ്. ഇസ്രായേലിനെ സ്വന്തം ജനമായും യഹോവയെ അവരുടെ ഏക ദൈവമായും അവർ വിശ്വസിച്ചു. ചരിത്രത്തിൽ മനുഷ്യരോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ആവശ്യമായ കൈത്താങ്ങലുകൾ നൽകുന്ന യഹോവയാം ദൈവത്തെയാണ് പുറപ്പാട് പുസ്തകം വരച്ചു കാട്ടുന്നത്. ശലോമോന്റെ ഭരണത്തിന്റെ 4ാം വർഷത്തിന് 480 വർഷം മുമ്പാണ് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് സംഭവിച്ചത് എന്ന് 1 രാജാക്കന്മാർ 6:1 കാണുന്നുണ്ട്. 480 വർഷം എന്നുള്ളത് 12 തലമുറകളെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക സംഖ്യയാണെന്ന് ചിലർ കരുതുന്നുണ്ട്. കാരണം ശലോമോന്റെ വാഴ്ചയുടെ 4ാം ആണ്ട് 958 BC ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ പുറപ്പാട് സംഭവം 1438 BC ആണ്. എന്നാൽ പുരാവസ്തു ഗവേഷകർ BC 13ാം നൂറ്റാണ്ടിൽ പുറപ്പാട് നടന്നതായി കണക്കാക്കുന്നു. ഇസ്രായേലിന്റെ അടിമത്ത കാലത്തും പുറപ്പാട് സമയത്തും ഭരണാധിപൻ റയംസേസ് 2ാമൻ ആണെന്ന് ചരിത്ര സൂചനകൾ ഉണ്ട്. അതുകൊണ്ട് 1300 BCക്ക് ശേഷമാണ് പുറപ്പാട് സംഭവിച്ചത് എന്ന അനുമാനത്തിലാണ് മിക്ക പണ്ഡിതരും.